ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സ്കോഡ കുഷാക്ക് എന്ന വാഹനമാണ്. ഇത് കുഷാക്കിൻ്റെ തന്നെ ഏറ്റവും ബേസ് മോഡലാണ്. വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേരിയൻറ്റ് വരുന്നത് ക്ലാസിക് എന്ന വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. 13,35,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒനിക്സ് എന്നൊരു വേരിയൻ്റ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് മാത്രമേ കിട്ടുകയുള്ളൂ. 16,49 ഓൺ റോഡ് വരും. സിഗ്നേച്ചർ എന്ന വേരിയൻറ്റിലേക്ക് പോയിക്കഴിഞ്ഞാൽ മാനുവലിന് 15,76 ഓൺ റോഡ്, സ്പോർട്ട് ലൈൻ മാനുവലിന് 18 ലക്ഷം വരുന്നുണ്ട്, പ്രസ്റ്റീജ് മാനുവലിന് 19,95 വരുന്നുണ്ട്, അതേപോലെ മോണ്ടി കാർലോ മാനുവലിന് 19,76 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് സിഗ്നേച്ചർ ആണെങ്കിൽ 18,96, സ്പോർട്ട് ലൈൻ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 19,64, പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 20,31, മോണ്ടി കാർലോ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 20,11 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള PPS സ്കോഡയുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു ഷോറൂമിൽ വന്നത്. അപ്പോൾ പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം കൂടി വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിനെ പഴയ പ്രൈസിൽ വാഹനം നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അടുത്ത മാസം ആയിക്കഴിഞ്ഞാൽ പുതിയ പ്രൈസിലായിരിക്കും വാഹനം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക, വാഹനം ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബേസ് മോഡൽ വാഹനമാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയോ ഒന്നും തന്നെ ഇല്ല. വണ്ടിയെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അറിയാനായിട്ട് വരും. കാര്യം എന്താ പറയുക, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ കൊണ്ട് മനസ്സിലാക്കും. പക്ഷേ നോർമലി ഉള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LED ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും അല്ല വരുന്നത്. നോർമലി വരുന്ന ഹാലജൻ ടൈപ്പാണ് ഈ ഒരു വാഹനത്തിന് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്താണ് LED ലൈറ്റ്സ് ആണ് വരുന്നത്. നിലവിൽ ഞാൻ പാർക്ക് ലൈറ്റാണ് ഓണാക്കി ഇട്ടേക്കുന്നത്. ആ ഒരു LED സ്ട്രിപ്പിലാണ് ആ ഒരു പാർക്ക് ലൈറ്റ് നൽകിയിട്ടുള്ളത്. ഹുഡിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മോശമല്ലാത്ത നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ കാണാനുണ്ട്. ആ ഒരു സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്കോഡയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തു. ഗ്രില്ലിലേക്ക് ഒരു സമയത്ത് ഗ്രില്ലിൽ ക്രോം എലമെൻറ്റ്സ് നൽകിയിട്ടുള്ളത് കാണാം. ആ ഒരു ചുറ്റുമായിട്ട് നല്ലൊരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ഗ്രില്ലിൽ ഹോണ്ടയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഗ്രിൽ യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്ന ചെറിയ ഗ്ലോസി എലമെൻറ്റ് നമുക്ക് അതിനുള്ളിൽ കാണാം. വേറെ താഴ്ഭാഗത്തോട്ട് വേറെ ലൈറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല. ഒരു ബ്ലാക്ക് എലമെൻറ്റ്സിലാണ് ആ ഒരു താഴ്ഭാഗം നൽകിയിട്ടുള്ളത്. എയർ ഡാമിൻ്റെ യൂണിറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ്. വേറെ ഗ്ലോസി എലമെൻറ്റ്സ് ഒന്നും താഴത്തെ ആ ഒരു ക്ലാഡിങ്ങിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓവറോൾ നമ്മൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാർക്ക് ലൈറ്റ് DRL പോലെ നൽകുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. റൂഫ് റെയിലും ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് പെടുന്നുണ്ട്. അതേപോലെ തന്നെ വലിപ്പമേറിയ ആ ഒരു ഗ്രിൽ യൂണിറ്റ് നമ്മളെ കണ്ണിൽ നല്ല രീതിയിൽ പെടുന്നുണ്ട്. അതിൽ തന്നെ ക്രോം എലമെൻറ്റ് നൽകി. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴ്ഭാഗത്ത് ക്ലാഡിംഗ് ഒക്കെ എന്തെങ്കിലും ഗ്ലോസി എലമെൻറ്റ്സിലുള്ള ക്ലാഡിങ്ങൾ എന്തെങ്കിലും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും വാഹനം കാണുന്നതിന് വേണ്ടിയിട്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനിൽ നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൽ വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത്. വേറെ അലോയ് വീലോ കാര്യങ്ങളൊന്നും വാഹനത്തിൽ നൽകിയിട്ടില്ല. 16 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് കമ്പനി നൽകിയത്. 205/60R16 ആണ് വാഹനത്തിൽ ടയർ പ്രൊഫൈൽ വരുന്നത്. ഫുള്ളി ഒരു സിൽവർ ഫിനിഷിൽ തോന്നുന്ന ഒരു വീൽ കപ്പാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. സ്കോഡയുടെ ഒരു ലോഗോ സെൻറ്ററിലായിട്ട് വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തു. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മോശമല്ലാത്ത ഒരു ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഫ്രണ്ടിലായിട്ട് കാണാം. സ്കോഡയുടെ ഒരു ബ്രാൻഡിങ് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് അവർ നൽകിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷും അതേപോലെ ക്രോം എലമെൻറ്റും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 188 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകിയിട്ടുള്ളത്. അതേപോലെ 4225 mm ലെങ്ത് അവൈലബിൾ ആണ്. 1760 mm വിട്ട് വരുന്നുണ്ട്. 1612 mm ഹൈറ്റ് ഉണ്ട്. 2651 mm വാഹനത്തിന് വീൽ ബേസും കമ്പനി നൽകിയിട്ടുണ്ട്. ആ ഒരു ഡ്രൈവർ സൈഡിലായിട്ടാണ് നമുക്ക് ആ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഏകദേശം 50 ലിറ്ററാണ് വാഹനത്തിൽ കപ്പാസിറ്റി വരുന്നത്. സൈഡ് പോർഷനിലായിട്ട് നല്ലൊരു ക്യാരക്ടർ ലൈൻസ് നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ കാണാനായിട്ട് പറ്റും. നല്ല ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് ആ ഒരു സൈഡ് പോർഷനിൽ നൽകിയിട്ടുണ്ട്. ക്ലാഡിങ്ങിനൊക്കെ അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിററിൽ തന്നെയാണ് കമ്പനി ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തത്. അത്യാവശ്യം വലിപ്പത്തിലുള്ള മിററാണ് നൽകിയിട്ടുള്ളത്. റൂഫ് റെയിൽ അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു ആർച്ച് പോലെ തോന്നുന്ന ഒരു റൂഫ് റെയിലാണ് നൽകിയിട്ടുള്ളത്. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. വേറെ സിൽവർ ഫിനിഷോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഡോർ ഹാൻഡിൽസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബോഡി കളർ തന്നെയാണ് വാഹനത്തിന് ഡോർ ഹാൻഡിൽസൊക്കെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം എന്തെങ്കിലും ലഗേജോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് റിയർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പറയാനായിട്ട് വരുന്നില്ല. സ്കോഡയുടെ ഒരു ബ്രാൻഡിങ് അവിടെയായിട്ട് വരുന്നുണ്ട്. കുഷാക്ക് എന്നൊരു ബ്രാൻഡിങ് കൂടി നൽകിയിട്ടുണ്ട്. വേരിയൻറ്റ് തിരിക്കുന്ന രീതിയിലുള്ള ബ്രാൻഡിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ഹൈ മൗണ്ട് സ്റ്റോപ്പില്ലാமல் നൽകിയിട്ടുള്ളത് കാണാം. ചെറിയൊരു സ്പോയിലർ പോലെ ഒരു ഡിസൈൻ എലമെൻറ്റ് ആ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. സ്പോയിലർ തന്നെ നമുക്ക് പറയാം. ഷാർപ്പിന് ആൻറ്റിന ഒന്നുമല്ല, നോർമൽ വരുന്ന ആൻറ്റിനയാണ് നൽകിയിട്ടുള്ളത്. ഡിഫോഗൽ ലൈൻസോ റിയർ വൈപ്പറോ കാര്യങ്ങളോ നമുക്ക് അവൈലബിൾ അല്ല. ലൈറ്റ്സ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ആ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. വേറെ ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ആ ഒരു പോർഷൻസിലേക്ക് കമ്പനി നൽകിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ഈ ഒരു പോർഷനിൽ സെൻസർ നൽകിയിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മോശമല്ലാത്ത ബൂട്ട് സ്പേസ് വാഹനത്തിൽ വരുന്നുണ്ട്. ഏകദേശം 385 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ്സിൽ നൽകിയിട്ടുള്ളത്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും വരുന്നില്ല, നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഹുക്കൊക്കെ വരുന്നുണ്ട്, 3 കിലോയോളം വെയിറ്റ് നമുക്ക് അവിടെ ക്യാരി ചെയ്യാൻ സാധിക്കും. 2 സൈഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാർഡ് പോർഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് കൂടി ആ ഒരു പോർഷനിൽ വരുന്നത്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ആ ഒരു ഫ്ലോറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ എൻ്റെ സ്പെയർ ടയർ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലായിട്ട് സ്പെയർ ടയർ കൂടി കമ്പനി നൽകി. അതിനുള്ളിൽ തന്നെയാണ് ജാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. MRFിൻ്റെതാണ് സ്പെയർ ടയർ വരുന്നത്. വേറെ കാര്യങ്ങളും നമുക്ക് ആ ഒരു ബൂട്ടിനെ കുറിച്ച് പറയാനായിട്ട് വരുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് അകത്തേക്ക് വരാം. അപ്പോൾ അകത്തേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം. കാരണം ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. 2 കീയിൽ നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്പ് കീ ആണ് നൽകിയിട്ടുള്ളത്. ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കീക്കകത്ത് നൽകിയിട്ടുണ്ട്. സ്കോഡയുടെ ലോഗോ കീയിലും വളരെ ചെറുതായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കീ ജസ്റ്റ് ഇട്ടേക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ല, നോർമലി ഒരു കീ ഇട്ട് വേണം വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഡാഷ്ബോർഡിലേക്കൊക്കെ വരാം. ജസ്റ്റ് ഡോർ പാഡ് നോക്കിയോ, ഉണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിൽ വരുന്നുണ്ട്. നല്ല വലിയ സ്പേസ് ആണ് നൽകിയിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോയും മിറർ ഇലക്ട്രിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഫോൾഡിംഗ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. അതിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. റെഡ് പെഡലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലാണ് പെഡൽസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പെഡൽസിലായിട്ട് നൽകിയിട്ടുണ്ട്. കളർ തീം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡോർ പാഡിന് അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ തീം നൽകിയിട്ടുള്ളതായിട്ട് കാണാം. കൈ വെക്കുന്നിടത്തൊക്കെ സോഫ്റ്റ് മെറ്റീരിയലുമാണ്. അകത്തേക്ക് ഇരിക്കാം. ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒന്ന് ആദ്യമേ തന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. വാഹനം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സൈലൻ്റ് ആണ് വാഹനം. തീരെ നോയ്സോ കാര്യങ്ങളോ ഒന്നും അകത്തേക്ക് വരുന്നില്ല. സ്റ്റാർട്ടായി കിടക്കുവാണെന്ന് പോലും അറിയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇനി പ്ലീസ് റീഫിൽ, അതായത് എത്ര കിലോമീറ്ററിന് ഓടും എന്ന് കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഇൻഫർമേഷൻസ് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല അതിനുള്ളിലായിട്ട്. ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഫുൾ അനലോഗ് മീറ്റർ തന്നെയാണ്. ഫ്യൂൽ ഗേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഉള്ള രീതിയിൽ തന്നെയാണ്. റീസെറ്റ് ഒക്കെ ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ് താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. ആ ഒരു AC വെന്റ് കഴിഞ്ഞാൽ ചുറ്റും ഒരു ഗ്ലോസി എലമെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു കൺട്രോളൊക്കെ കൊള്ളാം. നല്ല നീറ്റായിട്ടുള്ള ഒരു കൺട്രോൾസ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. ലെതർ റാപ്പിഡ് അല്ല സ്റ്റിയറിംഗ് വീൽ വരുന്നത്. പക്ഷേ ആ ഒരു സ്റ്റിയറിംഗ് വീൽ നല്ല രസമാണ് നമുക്ക് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഒരുപാട് വലിപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്ലിം ആണ്. ഡാഷ്ബോർഡിൻ്റെ കളർ തീം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡാർക്ക് ഫിനിഷ് ആണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് കളർ തീം ഡാഷ്ബോർഡിൽ വരുന്നുണ്ട്. അത് ഡോർ പാഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്ക് അതിനുള്ളിൽ അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം. USB സ്ലോട്ട് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. AC വെൻറ്റ്സ് കുറിച്ച് താന്നിരിക്കുവാണ്. അവിടെ ഗ്ലോസി എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ACയുടെ കൺട്രോൾസ് ഒക്കെ നല്ല രസത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. മാനുവലി ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. എന്നിരുന്നാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഡ്രൈവിംഗ് സമയത്ത് ഒരു മാനുവലി ഉള്ള കൺട്രോളിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടാണ്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള അസാഡ് തുടങ്ങിയ കൺട്രോൾസ് ഒക്കെ അവിടെ ആയിട്ട് വരും. ഡോർ ലോക്ക് അൺലോക്ക് ഒക്കെ അവിടെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ചാർജിംഗ് സോക്കറ്റ് 12 വാട്ട്സിൻ്റെ ഒരെണ്ണേ വരുന്നുള്ളൂ. ബാക്കി ചാർജിംഗ് സോക്കറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 6 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. ഇതിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത് ഫ്രണ്ടിലേക്കാണ്. പ്രസ് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലേക്ക് ഇടാനായിട്ട്. നോർമലി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആയിരിക്കും വീഴുന്നത്. നമ്മളത് പ്രസ് ചെയ്തിട്ടാൽ റിവേഴ്സ് ഗിയർ ആയിട്ട് അത് റിവേഴ്സ് ഗിയറിലേക്ക് അത് വീഴും. സെൻറ്റർ എണ്ണം നോക്കി കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ്, ആംറസ്റ്റ്, അതിനുള്ളിലും സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. മാനുവലി വേണം ഹാൻഡ് ബ്രേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. സീറ്റ്സിൻ്റെ കളർ തീം നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള ഫിനിഷ് തന്നെ. ഫ്രണ്ടിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് അത് ഡമ്മി പോലെ നൽകിയിട്ടുണ്ടെന്നേ ഉള്ളൂ. വേണമെങ്കിൽ അത് എക്സ്ട്രാ ആഡ് ഓൺ ആണ് ചെയ്യാൻ. 2 LED ലൈറ്റ്സ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. LED ആണ് ലൈറ്റ്സ് വരുന്നത്. മിറർ നമുക്ക് മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മിറർ മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. മിറർ വരുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. ഡ്രൈവർ സൈഡിലും ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് വാഹനത്തിൽ നൽകിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ്. ചാർജിംഗ് സോക്കറ്റ്, ആംറസ്റ്റ്, 6 സ്പീഡ് ഗിയർ ബോക്സ് തുടങ്ങി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വാഹനത്തിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. സീറ്റിലേക്ക് കയറുന്ന സമയത്ത് വിഷയമാണ് തുറന്ന് കാണിക്കാം. കണ്ടോ, നല്ല സ്പേസ് നമുക്ക് റിയർ സീറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പുറകിലേക്ക് ഇട്ടേക്കുവാണ്. ആ ഒരു സീറ്റ് എൻ്റെ കംഫർട്ടാണ് ഇട്ടേക്കുന്നത്. ആ ഒരു സമയത്ത് സ്പേസ് കണ്ടോ. ഈ ഒരു സീറ്റ് മാക്സിമം പുറകിലേക്ക് ഇട്ട സമയത്തും സ്പേസ് കണ്ടോ. സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിൽ ഹൈലൈറ്റ് ആണ് നമുക്ക് എടുത്ത് പറയാം. 3 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ചാർജിങ് സോക്കറ്റ് നമുക്ക് റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടില്ല ഈ ഒരു പോർഷനിലായിട്ട്. സൺബ്ലൈൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സെൻട്രലായിട്ടൊരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. LED തന്നെയാണ് ലൈറ്റ് വരുന്നത്. സ്കൂപ്പ് രീതിയിലാണ് സീറ്റ് ഡിസൈൻ ചെയ്തത്. അത്യാവശ്യം സ്പേസ്
സ്പേസ് അതുകൊണ്ട് തന്നെ കിട്ടും. തൈ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു സീറ്റാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ്, പവറിൻ്റെ കൺട്രോൾ, ലൈറ്റ് ആയിട്ടുള്ള കളർ തീം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സ്പേസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീറ്റ് രണ്ട് രീതിയിലും ഇട്ടത്. മാക്സിമം പുറകിലേക്കും ആ ഒരു എൻ്റെ കംഫർട്ട്. അപ്പോൾ സ്പേസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. സെൻട്രൽ ടണലിലും വലിയ ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ടും സാധിക്കും. നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് വരാം. ഇതിപ്പോൾ ഒരു ബേസ് മോഡലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് തുടക്കത്തിൽ. ബേസ് മോഡൽ നമുക്ക് 1 ലിറ്ററാണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഓവറോൾ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. 1 ലിറ്ററും വരുന്നുണ്ട്, അതേപോലെ 1.5ഉം വരും. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനം വേണമെങ്കിൽ ബേസ് മോഡലിൽ കിട്ടത്തില്ല, ടോപ്പിലേക്ക് പോകേണ്ടതായിട്ട് വരും. 1.5 എടുക്കണം. ഇത് നിലവിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. 1 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. 115 PS 178 Nm ടോർക്കും ഒരു 19-20 റേഞ്ചിലൊക്കെയാണ് കമ്പനി പറയുന്നത് മൈലേജ്. അപ്പോൾ 1.5 ആണെങ്കിലോ 147.51, അതായത് 148 BHPയും 250 Nm ടോർക്കും. അതിന് ഒരു 19 റേഞ്ചിലൊക്കെ തന്നെയാണ് മൈലേജ് കമ്പനി പറയുന്നത്. വേറെ ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഓവറോൾ എഞ്ചിൻ പേ നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് എഞ്ചിൻ പേ വരുന്നത്. നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് ഫോക്സ്വാഗൻ്റെ ഒക്കെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില സ്ഥലങ്ങളിൽ ഓഡിയുടെ ലോഗോസും നമുക്ക് ആ ഒരു പോർഷനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓഡിയുടെ ലോഗോസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അതിന് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു സ്ഥലമൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇൻസുലേഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് ആ ഒരു പോർഷൻസിലായിട്ട്. അതേപോലെ താഴ്ഭാഗത്തായിട്ട് ചെറിയ ഒരു കവറിങ് നൽകിയിട്ടുണ്ട്. അതായത് AC-യുടെ കംപ്രസറിനകത്തോട്ടൊന്നും വേറെ ഒന്നും അടിച്ച് കയറാതിരിക്കാനും, അതേപോലെ തന്നെ ബെൽറ്റിനകത്തേക്ക് വേറെ ഒന്നും അടിച്ച് കയറാതിരിക്കാനും നൽകിയിട്ടുണ്ട്. ആൾട്ടർനേറ്ററൊക്കെ ഉണ്ട്. ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ആൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വേറെ സെൻസർ കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയാനായിട്ട്. വൈപ്പറിൻ്റെ ഒഴിക്കേണ്ടതാണ് ആ ഒരു പോർഷനിൽ കൂടിയാണ് വൈപ്പറിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയാനായിട്ട്. ഓവറോൾ നോക്കുന്ന സമയത്ത് മികച്ചൊരു വാഹനമാണ്. അപ്പോൾ പ്രൈസിൻ്റെ ആരൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഹൈക്കിന് മുന്നേ തന്നെ വാഹനം സ്വന്തമാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.